പ്രിയരെ, സൗദിയും അമേരിക്കയും ചേർന്ന് വലിയൊരു സഖ്യം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 14 രാഷ്ട്രങ്ങളാണ് ഈ സഖ്യത്തിലുള്ളത്. ഈ സഖ്യം പ്രധാനമായും ഇപ്പോൾ രൂപീകരിക്കപ്പെടാനുള്ള കാരണം യമനിലെ ഹൂത്തികൾ ബാബുൽ മന്ദബ്, അതായത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായുമല്ല, സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായ രൂപത്തിലുള്ള ഉപരോധം യമനിലെ ഹൂത്തികൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടുകൂടെ സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് പുറത്തു പോകാനോ സൗദി പോർട്ടിലേക്ക് മറ്റൊരു കപ്പലിന് കടന്നു വരാനോ കഴിയാത്ത പൂർണ്ണമായ ഒരു ഉപരോധം ഇപ്പോൾ ഇവിടെ നിലവിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ഉപരോധം തുറക്കുക, ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യമുള്ള പോലെ ബാബുൽ മന്ദബ്, സ്ട്രൈറ്റ് ഓഫ് മന്ദബിന്റെ ആധിപത്യം ഹൂത്തികൾക്ക് നൽകാൻ പാടില്ല, അല്ലെങ്കിൽ ഹൂത്തികളിൽ നിന്നും ആ ആധിപത്യം തിരിച്ചു പിടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇവിടെ ഈ സഖ്യം രൂപീകരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് അമേരിക്ക, US ഉണ്ട്, അതുപോലെ സോമാലിയ ഈ ഒരു സഖ്യത്തിലേക്ക് കടന്നു വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം സോമാലിയ എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് മന്ദബിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രവും കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് സൈനിക നീക്കം നടത്താൻ ഹൂത്തികൾക്കെതിരെ, ഹൂത്തികൾ ഇവരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് പ്രത്യാക്രമണം നടത്താനോ അല്ലെങ്കിൽ അത് തടയാനോ സോമാലിയ ഉപയോഗപ്പെടുത്തിയാൽ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് ജിബൂട്ടിയാണ്. ഇതും ഇവിടെ തന്നെയാണ്, ബാബുൽ മന്ദബിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. സുഡാനും അല്പം ചെങ്കടലിനോട് ചേർന്ന് നിൽക്കുന്ന സൗദി അറേബ്യയുടെ തൊട്ടപ്പുറത്തുള്ള, സൗദി അറേബ്യ ഈ ഭാഗത്താണെങ്കിൽ തൊട്ടപ്പുറത്ത് സുഡാനാണ് നമുക്കറിയാം. അതുപോലെ നൈജീരിയ സുയസ് കനാലിന്റെയും അപ്പുറത്താണ് ഉള്ളത്, എങ്കിൽ പോലും ഈ സഖ്യത്തിലുണ്ട്. അതുപോലെ ബംഗ്ലാദേശ്, ജോർദാൻ, അതുപോലെ പ്രോ സൗദി യമൻ, അതായത് സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുന്ന യമനുള്ള ഹൂത്തികളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൗദി സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമാണ്. അതുപോലെ ഈജിപ്ത് ഉണ്ട്, പാകിസ്ഥാനുണ്ട്, തുർക്കി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇങ്ങനെയുള്ള 14 രാഷ്ട്രങ്ങൾ ചേർന്നതാണ് ഇപ്പോൾ സൗദി അറേബ്യ രൂപീകരിച്ചിരിക്കുന്ന സഖ്യം. ഈ സഖ്യം യമനിലെ ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്താനാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നത്. സൗദി അറേബ്യയുടെ കപ്പലുകൾ തടയുന്നതോടുകൂടെ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. കാരണം പേർഷ്യൻ ഗൾഫ് കടൽ ഉപരോധിച്ചതോടുകൂടെ, ഇറാൻ അതിവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടെ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള ഊർജ പ്രതിസന്ധിയുണ്ട്. എന്നാൽ അത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് കൂടെ അടക്കുന്നതോടുകൂടെ അതിൽ ഗുരുതരമായ പ്രശ്നമുണ്ടാകും. സ്ട്രൈറ്റ് ഓഫ് മന്ദബ് അടക്കുക മാത്രമല്ല, സൗദിക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ അടച്ചാൽ സുയസ് കനാൽ വഴി വളരെ ദീർഘം സഞ്ചരിച്ചാണെങ്കിലും കപ്പലുകൾക്ക് നീക്കം നടത്താൻ സാധ്യമാകും. പക്ഷെ അതുപോലും കഴിയാത്ത രീതിയിൽ ഹൂത്തികൾ ഇപ്പോൾ സൗദിയുടെ പോർട്ടുകളെല്ലാം ഉപരോധിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് നീങ്ങുന്ന കപ്പലുകളെ ആക്രമിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടും കപ്പലുകൾ വരാൻ അനുവദിക്കുന്നില്ല. ആ രൂപത്തിൽ സൗദി അറേബ്യക്ക് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഉപരോധത്തെ സൗദി അറേബ്യക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഖ്യമിവിടെ രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു, ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അമേരിക്ക ഒരു സഖ്യം രൂപീകരിച്ചിരുന്നു. ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനി തുടങ്ങിയ പല രാഷ്ട്രങ്ങളും, ബ്രിട്ടൻ എല്ലാം അതിൽ പങ്കാളികളായിരുന്നു. പക്ഷെ ഈ ഒരു ബ്ലോക്കേഡ്, ഇവിടെയുള്ള ഉപരോധം തടയാൻ ഈ രാഷ്ട്രങ്ങൾക്ക് സാധിക്കാതെ അവർ പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സൗദി അറേബ്യ രൂപീകരിച്ച സഖ്യത്തിന് ഇവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെയുള്ള മലമുകളിലും അതുപോലെ മല തുരന്നുള്ള പല ഭാഗങ്ങളിലും ഹൂത്തികളും ഇറാനെ പോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ബോംബിങ്ങിലൂടെ മറികടക്കാൻ സാധിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ അമേരിക്ക ആ ഒരു സഖ്യം രൂപീകരിച്ചതിൽ അപ്പുറം ഇവിടെ മറ്റുള്ള ഈ ബാബുൽ മന്ദബിന്റെ, സ്ട്രൈറ്റ് ഓഫ് മന്ദബിനോട് അടുത്ത് നിൽക്കുന്ന പല രാഷ്ട്രങ്ങളും അവരുടെ കര അനുവദിക്കുന്നതോടുകൂടെ, അതിൽ പങ്കാളികളാകുന്നതോടുകൂടെ യമനിലെ ഹൂത്തികളെ ചെറുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഈ ഒരു മാറ്റം ഇവിടെയുള്ള ഹൂത്തികളുടെ ഈ ഉപരോധം പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.